കെട്ടിയവനും കെട്ടിയോളും അവരുടെ കുടിയിൽ പലതും ചെയ്യും. അതൊക്കെ ഒളിഞ്ഞു നോക്കാൻ പാടോ നായെ? കെട്ടിയവനും കെട്ടിയോളൂ അത് ഞാൻ അറിഞ്ഞില്ല. എന്നോട് പറയണോ? പറയണോ? നിക്കടാ അവിടെ. എടാ അവിടെ നിക്കേ. എല്ലാം പറഞ്ഞു തരടാ. അവിടെ നിക്കടാ. ഇച്ച് ഞമ്മളെ അറിയില്ല. എന്താ സമയത്ത് അവിടെ ശബ്ദം കേട്ടത്? ഏതോ ഒരു നമുക്ക് വീട്ടിലോട്ട് ഒളിഞ്ഞു നോക്കാണെന്നേ. നമ്മള് നല്ലോണം ഒന്നങ്ങ് കൊടുത്തു. നാട്ടുകാരെ ശ്രദ്ധിക്കൂ. രമേശൻ നായരുടെ തനിനിറം പുറത്തായി. നമ്മളൊക്കെ വിചാരിച്ചു അവൻ മാന്യനാണെന്ന്. അല്ല നാട്ടുകാരെ, അവനൊരു പരമനാറിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. എങ്ങനെ? അവനിതാ ടൗണിൽ മറ്റൊരു ഭാര്യ. അതെ, സത്യമാണ് സുഹൃത്തുക്കളെ. രമേശൻ നായർക്ക് ടൗണിൽ ഒരു രഹസ്യ ഭാര്യ, ഒരു രണ്ടാം ഭാര്യ. ഈ കാലം വരെ നമ്മളെ അവൻ പറ്റിച്ചു. ഇനി അവന്റെ പരിപ്പ് ഈ നാട്ടിൽ വേവുകയില്ല സുഹൃത്തുക്കളെ. ആട്ടിൻ തോലിട്ട ആ ചെന്നായ്ക്ക് ടൗണിൽ മറ്റൊരു ഭാര്യ. നാട്ടുകാരെ, ഇനിയെങ്കിലും ശ്രദ്ധിക്കൂ. രമേശൻ നായരുടെ തനിനിറം പുറത്തായി. സത്യമാണ് സുഹൃത്തുക്കളെ, രമേശൻ നായർക്ക് ടൗണിൽ ഒരു രഹസ്യ ഭാര്യ. അപ്പൊ അറിയേണ്ടവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അതേതായാലും നന്നായി. നമ്മുടെ സന്മാർഗിയുടെ ആദ്യ ഭാര്യയുടെ അച്ഛനാ. മീനാക്ഷി അമ്മേ, എനിക്ക് 5 10 ഇല്ല. ഒരേ ഒരു മോള. നിങ്ങളുടെ മോൻ എന്റെ പാവം മോളോട് എന്തിനാ മീനാക്ഷി അമ്മ ഇങ്ങനെ കാണിച്ചത്? അവൻ രമേശൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ മുറ്റത്തെ പറമ്പിലൊക്കെ ആളുകൾ കൂടി നിൽക്കണം എന്തിനാണ്? ഞാൻ മാത്രം ഇത് വിശ്വസിക്കരുതെന്നാണോ? എന്റെ മോളെവിടെ? അവക്കിപ്പോഴും ജീവനുണ്ടോ? മോളെ, ലേഖേ, മോളെ, മോക്ക് വലിയ പഠിപ്പും പത്രാസും ഒക്കെ കാണുമായിരിക്കും, പക്ഷെ ബുദ്ധിയില്ല. നല്ല അച്ചടി ഭാഷയിൽ ഞാൻ അന്നേ പറഞ്ഞതാ, രമേശന്റെ പോക്ക് ശരിയല്ല, അവന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന്. കേട്ടില്ല. കുത്തുവാക്ക് പറഞ്ഞ് എന്നെ കൊച്ചാക്കാൻ നോക്കി. ഇപ്പൊ എന്തായി? എന്റെ ഭർത്താവ് ഒരിക്കലും ഇത്രയും ചീത്തപ്പേരുണ്ടാക്കില്ല. ചേച്ചി, ഞാനും എന്റെ മോളും പോവുക. നാണോ മാനോ ഉള്ളവർക്ക് ഇനി ഈ വീട്ടിൽ ജീവിക്കാൻ ഒക്കില്ല. പാടി. ആളുകൾ സ്ഥലം കാലിയാക്കി തുടങ്ങി. സന്മാർഗിയുടെ ഏട്ടന്റെ ഭാര്യ സുശീല. ഇവിടെ ഉണ്ടല്ലേ. കള്ളന്മാരെ രമേശൻ നായർ പിടിക്കും, കൊലപാതകികളെ രമേശൻ നായർ പിടിക്കും. ഇനിയിപ്പോ ഈ രമേശൻ നായർ എന്ന് പറയുന്ന സ്ത്രീലമ്പടനെ ആര് പിടിക്കണോ പ്രസിഡന്റ്? ഏതോ തെണ്ടികള് എന്തോ വിളിച്ചു കൂവിന്ന് വെച്ചിട്ട് ഞങ്ങളുടെ രമേശൻ നായർ ഞങ്ങൾക്കറിയാം. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ തീയില്ലാതെ പുക ഉണ്ടായിട്ടില്ല പ്രസിഡന്റ്. എന്ത് തീയണ്ടായിന്നാ ഈ പറയണത്? ഈ കേട്ട ആരോപണത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ? വല്ലവനും വല്ലതും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ദാസൻ കണ്ടിട്ടുണ്ട്. അവനെ അവന്റെ പുതിയ ഭാര്യയെയും ഈ ദാസൻ കണ്ടിട്ടുണ്ട്. വല്ലവനും വല്ല സംശയം ഉണ്ടെങ്കിൽ തെളിയിക്കാം. ഈ നിമിഷം തെളിയിക്കാം. നിക്ക് നിക്ക് നിക്ക്. ഇത് എവിടേക്കാണ് എല്ലാരും കൂടി? പിരിവിന് വല്ലതാണെങ്കിൽ അങ്ങനെ വണ്ടി തിരിച്ചു വിട്ടോളി. ഒരൊറ്റ മുക്കാലും നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടൂല. ബസീറിന്റെ പെരപണി നടക്കുന്ന സമയം. പിരിവിനൊന്നും അല്ല. രമേശൻ നായർ എവിടെ? ആര്? രമേശൻ നായരെ. നായന്മാരൊന്നും ഇവിടെ ഇല്ല. ഇത് എന്റെ വീടാ, ഞാൻ നായരല്ല. എവിടെയോ? ഇവിടുണ്ട്, ഈ വീട്ടിലുണ്ട്. ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. നീയാണ്. എന്താണ്ടാണെങ്കിലും വേണ്ട, എന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരെ. ഉമ്മ, ഇവൻ പറഞ്ഞു രമേശൻ നായരും ഭാര്യയും ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന്. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. ഞാൻ പറഞ്ഞില്ലടോ എന്നോട് ഇവിടെ നായന്മാരും ഇല്ലാന്ന്. ഇവിടെ ഉള്ളത് കിഷൻകുട്ടിയോ ഓന്റെ കെട്ടിയോളും ജാനുവാ. അവര് കുറച്ച് ദിവസമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. രണ്ടാളും പാസ്പോർട്ട് ഗീസ്പോർട്ട് പറഞ്ഞ് പുറത്തു പോയിക്കാം. കൊള്ള റാസ്കൾ. ഇത്ര ആൾക്കാരെയും കൂടി ജീപ്പും വാടകയ്ക്ക് എടുപ്പിച്ച് ഞങ്ങളെ ഇവിടെ കൊള്ളുന്നത് കൃഷ്ണൻകുട്ടി അവന്റെ ഭാര്യ ജാനുവിനെ കാണിക്കാനാടാ. ഞാൻ കണ്ടതാണ്. എന്താണ്ടാ നീ കണ്ടത്? കിഷൻകുട്ടിയും കെട്ടിയോളും വന്നേക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 1
അമ്മ ഉറങ്ങിയില്ലേ? അമ്മേ, നീ എന്റെ മകനായി ജനിച്ചതിൽ ഞാൻ അഹങ്കരിച്ചു. ഇപ്പൊ അതിനുള്ള ശിക്ഷ കിട്ടി. ശിക്ഷയോ? ഇല്ലമ്മേ, എന്നാലും നീ ഇങ്ങനെ ചെയ്തല്ലോ രമേശ. ഞാൻ അങ്ങനെ ചെയ്യും അമ്മേ. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊരു ബുദ്ധിമോശം പറ്റി. എല്ലാവരും ഒന്നിച്ച് കണ്ടപ്പോ എന്റെ നാവ് അനങ്ങില്ല. എല്ലാം മനസ്സിലാക്കിയ മട്ടിൽ അവരിറങ്ങി പോവുകയും ചെയ്തു. ലേഖയുടെ അച്ഛനെ ആ കൂട്ടത്തിൽ കണ്ടപ്പോ സമനില വീണ്ടെടുക്കാൻ തന്നെ കുറെ സമയമെടുത്തു. അമ്മ എന്നെ അവിശ്വസിക്കരുത്. എന്റെ മനസ്സും ശരീരവും ശുദ്ധമാണമ്മേ. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ ഈ വീട്ടിൽ ഞാൻ തനിച്ചു കഴിഞ്ഞിട്ടില്ല. അകത്തിരിക്കാൻ പേടിച്ചിട്ട ഞാനിവിടെ വന്നിരുന്നത്. അതെന്താ? പോയി, എല്ലാരും പോയി. ലേഖ പോയ അമ്മേ? അവളുടെ അച്ഛൻ അവളെ കൊണ്ടുപോയി. ഇല്ല, രമേശൻ ഒരു തെറ്റും ചെയ്തില്ല. എല്ലാം എന്റെ കുറ്റമാ. എന്റെ മകൾക്ക് നല്ല ഒരു ഭർത്താവിനെ കണ്ടുപിടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്ഛൻ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതിനേക്കാൾ വലിയ സത്യമൊന്നും എനിക്ക് അറിയണ്ടോ. അച്ഛൻ എന്ത് കണ്ടെന്നാ പറയുന്നേ? ഞാൻ മാത്രമാണോ? എല്ലാവരും കണ്ടില്ലേ? ആരും ഒന്നും കണ്ടിട്ടില്ല. കാണാൻ മാത്രം ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചു. രക്ഷിച്ചോളൂ, ഇനിയും പോയി രക്ഷിച്ചോളൂ. പക്ഷേ എന്റെ മോളെ താൻ രക്ഷിച്ചിടത്തോളം മതി. അച്ഛൻ ഇപ്പൊ എന്റെ കൂടെ വാ, അല്ലെ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അസനിക്ക, സഫിയാത്ത, പിന്നെ ആ കുട്ടി. സത്യമല്ല അവര് പറയും. അവരെ കൊണ്ട് താൻ പറയിപ്പിക്കുന്ന നുണകളൊക്കെ സത്യമാണെന്ന് ഞങ്ങൾ ധരിക്കണം, അല്ലേ? അച്ഛാ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ഇയാളോട് നമുക്കിനി എന്താ മോളെ സംസാരിക്കാനുള്ളത്? അതല്ല അച്ഛാ, ഇവിടെ ഇത്രയും പറഞ്ഞല്ലോ. എനിക്ക് മാത്രമേ ചിലത് ചോദിക്കാനുണ്ട്. പിന്നീട് ചോദിക്കാൻ അവസരം കിട്ടില്ലല്ലോ. പിന്നീട് ഒരിക്കലും സംസാരിക്കാൻ അവസരം കിട്ടില്ലെന്ന് ലേഖ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോ പരസ്പരമുള്ള ധാരണ, തിരിച്ചറിവ്, സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഇതൊക്കെ ഞാൻ അങ്ങോട്ടാണ് ചോദിക്കേണ്ടത്. എന്നോട് കാണിച്ച സ്നേഹവും ഇഷ്ടമൊക്കെ വെറും അഭിനയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു രഹസ്യം സൂക്ഷിക്കാത്ത രമേശ് ചേട്ടൻ ഈ കുട്ടിയുടെ കാര്യം എന്താ എന്നോട് പറഞ്ഞില്ല? അത് അമ്മ പറഞ്ഞു. അമ്മയോടല്ല, രമേശ് ചേട്ടനോടാ ഞാൻ ചോദിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ഭർത്താവിന്റെ കാര്യങ്ങൾ അറിയുന്നതും ചെയ്യുന്നതും അമ്മയും അച്ഛനും അല്ല, ഭാര്യയാണ്. അങ്ങനെ തന്നെയാ തിരിച്ചും. പതിവില്ലാത്ത ഒരു ദിവസം രാത്രി വീട്ടിൽ വരാതെ ചോദിച്ചപ്പോ ജീപ്പ് കേടാ എന്ന് രമേശ് ചേട്ടൻ നുണ പറഞ്ഞു, ഇല്ലേ? അത് ഒരാൾ നുണ പറയേണ്ടി വരുന്നത് തെറ്റുകൾ ചെയ്യുമ്പോഴാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അസനിക്ക കൊടുത്തയച്ച ആ കത്തിൽ പറഞ്ഞ രജനിയല്ലേ ഈ പെണ്ണ്? അവൾക്ക് സാരി വാങ്ങാൻ പോയപ്പോഴല്ലേ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് വത്സല ടീച്ചർ രമേശ് ചേട്ടനെ കണ്ടത്? എനിക്ക് നിങ്ങളുടെ മുഖം ഇനി കാണണ്ട. എന്നെ നിങ്ങൾ ചതിച്ചു. നിർത്ത്. എന്നെ പറ്റി എന്താ നീ വിചാരിച്ചേ? കുറെ നുണകൾ പറഞ്ഞു പിടിപ്പിച്ച് നിന്റെ മനമയക്കം വന്ന പെൺകൊണ്ടാണെന്നോ? എനിക്ക് ആരെ ഒന്നും ബോധ്യപ്പെടുത്താനില്ല, എന്റെ മനസാക്ഷി അല്ലാതെ. ഒരേ സമയത്ത് രണ്ടുപേരെ ഭാര്യമാരാക്കുന്നതാണോ നിങ്ങളുടെ മനസാക്ഷി? ലേഖേ,